ആഗോള സാമ്പത്തിക അസ്ഥിരത നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് ഒരു വമ്പൻ പണി കൊടുത്തിരിക്കുന്നു. അതായത് ഇത്ര കാലം അമേരിക്ക ലോക രാജ്യങ്ങളെയൊക്കെ ചൊൽപ്പടിക്ക് നിർത്തിയത് അമേരിക്കൻ ഡോളറിനുള്ള മൂല്യവർദ്ധനവ് കൊണ്ടാണ്. ഈ മൂല്യവർദ്ധനവിന് ഒരു വമ്പൻ പണി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യ അമേരിക്കയിൽ നടത്തിയിരുന്ന ട്രഷറി നിക്ഷേപം വൻതോതിൽ കുറച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ 21% US ട്രഷറി നിക്ഷേപത്തിൽ കുറവ് വരുത്തിയത്. അതായത് രാജ്യത്തിൻ്റെ വിദേശ നാണയ കരുതൽ ശേഖരം വലിയ രീതിയിൽ കുറയ്ക്കുന്നു. ഇതുമൂലം അമേരിക്കയ്ക്കുണ്ടായത് 4.5 ലക്ഷം കോടി ഡോളറിൻ്റെ നഷ്ടമാണ്. അപ്പം മറ്റ് രാജ്യങ്ങൾ കൂടുതലായിട്ട് അമേരിക്കൻ ഡോളറിൽ നിക്ഷേപം നടത്തും. അപ്പം വിദേശ രാജ്യങ്ങൾ ഈ നിക്ഷേപമാണ് അമേരിക്കൻ ഡോളറിൻ്റെ മൂല്യം എപ്പോഴും ഉയർത്തി നിർത്തുന്നത്. ഇവിടെ ഇന്ത്യ ചെയ്യുന്നത് എന്താ? വിദേശ രാജ്യങ്ങളുമായിട്ട് എണ്ണ വ്യാപാരം നടത്തുമ്പോൾ, ആയുധ വ്യാപാരം നടത്തുമ്പോൾ, ട്രേഡ് നടത്തുമ്പോഴൊക്കെ തന്നെ ഇന്ത്യൻ രൂപയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനായിട്ട് തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം, ആ സമയത്ത് റഷ്യ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായപ്പോൾ റഷ്യയിൽ നിന്ന് വില കുറച്ച് ഇന്ത്യ ഓയിൽ മേടിക്കുന്നു. ഈ കച്ചവടം നടക്കുന്നത് ഡോളറിലോ റൂബിളിലോ ഒന്നുമല്ല, ഇന്ത്യൻ രൂപയിലാണ്. അതുകൊണ്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം കൂടിക്കൂടി വരുന്നു. അപ്പോൾ US ഡോളറിന്റെ മൂല്യം എവിടെയൊക്കെയാണോ ഉയർന്നു നിൽക്കുന്നത് അവിടെയൊക്കെ ഇന്ത്യൻ രൂപയ്ക്ക് കൂടുതൽ പ്രചാരം നൽകാനായിട്ട് ഇന്ത്യ ശ്രമിക്കുന്നു. മാത്രമല്ല 2025 സെപ്റ്റംബറിലും ഏതാണ്ട് സെപ്റ്റംബർ 31 വരെയുള്ള കാലഘട്ടം എടുത്താൽ RBIയിൽ 4 ടൺ ഗോൾഡാണ് വാങ്ങിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ കരുതൽ ശേഖരമായിട്ട് മറ്റ് രാജ്യങ്ങളിൽ നൽകിയിട്ടുള്ള 64 ടൺ സ്വർണം നമ്മൾ തിരിച്ചെടുത്തു. അത്രത്തോളം സാമ്പത്തികമായിട്ട് നമ്മൾ ശക്തിപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. കൂടാതെ 2024 ഒക്ടോബർ 31 മുതൽ 2025 ഒക്ടോബർ 31 വരെയുള്ള ഒരു കാലയളവ്, ഇതിൽ 241.4 ബില്യൺ ഡോളറിൻ്റെ ഒരു നിക്ഷേപ ആസ്തിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ 190.7 ബില്യനായിട്ട് കുറയ്ക്കുന്നു. കാരണം നമ്മൾ ഡോളർ ഇതര നിക്ഷേപത്തിൽ അതുപോലെ തന്നെ സ്വർണത്തിൽ കൂടുതൽ നിക്ഷേപം നടത്തുന്നു. അപ്പം ഈ RBI വലിയ നഷ്ടം രേഖപ്പെടുത്തുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ഈ നരേറ്റീവ് സൃഷ്ടിക്കുകയാണ്. മാത്രമല്ല അമേരിക്ക പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം എന്താ? ഇന്ത്യൻ ഓഹരി വിപണി തകർന്നടിഞ്ഞു, അതിനെ ഞങ്ങൾ തകർത്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് 1.5 ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടായി. ശരിയായിരിക്കാം. കാരണം ഓഹരി വിപണി എന്ന് പറയുന്നത് എപ്പോഴും ചാഞ്ചാടി നിൽക്കുന്നതാണ്. ചിലപ്പോൾ ഒരു വശത്തേക്ക് ചാഞ്ഞു നിൽക്കും, ചിലപ്പോൾ വലിയ കുതിപ്പുണ്ടാകും. ഇവിടെ ഇന്ത്യയെ തകർക്കാനായിട്ട് അമേരിക്ക കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കാൻ അവരുടെ പലിശ നിരക്ക് കൂട്ടി. അപ്പോൾ ഇവിടെ നിക്ഷേപം നടത്തിയ പല കമ്പനികളും പല ഏജൻസികളും അങ്ങോട്ടേക്ക് നിക്ഷേപം നടത്തി. അതിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. കാരണം ഇന്ത്യയിൽ സെൻസെക്സ് 1 ലക്ഷം പോയിന്റ് തൊട്ടത് അടുത്തിടെയാണ്. അതായത് 1979 100 പോയിന്റിൽ തുടങ്ങിയ നമ്മൾ 2025 ആയപ്പോൾ അത് 1 ലക്ഷം പോയിന്റിൽ തൊട്ടു. ഇത് അമേരിക്കയെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അമേരിക്ക ഇതൊക്കെ രഹസ്യമാക്കി വെച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ വീണ്ടും പടഞ്ഞിറങ്ങി. അങ്ങനെയാണ് നമുക്കെതിരെ 500% താരിഫ് പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും രംഗത്ത് വന്നത്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വെനസ്വേലയെ കീഴടക്കി, നിങ്ങൾ വെനസ്വേലയുടെ എണ്ണ വാങ്ങണം, അതായത് റഷ്യയിൽ നിന്ന് വാങ്ങുന്ന അതേ വിലയ്ക്ക് വരെ നിങ്ങൾക്ക് തരാമെന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതെങ്ങനെ നടക്കും? ഈ വ്യാപാരം നടക്കണമെങ്കിൽ ഡോളറിൽ കച്ചവടം നടക്കണം. അമേരിക്കയുടെ ആവശ്യമാണ് ഇന്ത്യയെ ഡോളർ വ്യാപാരത്തിലേക്ക് അല്ലെ ഡോളറിലെ നിക്ഷേപത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. ഇന്ത്യ അത് സമ്മതിച്ചിട്ടില്ല. കാരണം നേരത്തെ 27ഓളം രാജ്യങ്ങളുമായിട്ടാണ് നമ്മൾ ഈ ഓയിൽ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടതെങ്കിൽ ഇപ്പോൾ 60ഓളം രാജ്യങ്ങളുമായിട്ട് നമ്മൾ അത്തരം കച്ചവടം നടത്തുന്നുണ്ട്. കൂടാതെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും റഷ്യൻ സമ്പദ് വ്യവസ്ഥയും ഒക്കെ ചത്ത കുതിരകളാണെന്ന് ട്രംപ് ആക്ഷേപിച്ചിരുന്നു. അതേ ട്രംപ് ഇപ്പോൾ പറയുന്നു, ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടായ്മയുടെ ഒരു സാമ്പത്തിക ശക്തി വലിയ തോതിൽ ഭീഷണി ഉളവാക്കുന്നു. ഈ ബ്രിക്സിന്റെ തലപ്പത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ആരാ? ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും ഈ ഒരു വർഷം ബ്രിക്സിന്റെ മൂവ്മെന്റ് എല്ലാം നടക്കുന്നത്. അപ്പോൾ ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയും സൗത്ത് ആഫ്രിക്കയും ഒക്കെ അടങ്ങുന്ന രാജ്യങ്ങൾ ഒരേ നിലപാടെടുത്താൽ ഈ US ഡോളറിന് കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തും. മറ്റ് രാജ്യങ്ങൾ വൻതോതിൽ കരുതൽ നിക്ഷേപവുമായിട്ട് US ഡോളറിൽ നിക്ഷേപം നടത്തുന്നതാണ് അമേരിക്കൻ ഡോളറിന്റെ മൂല്യം ഉയർത്താൻ ഇടയാക്കിയത്. ഇപ്പൊ ഇന്ത്യ ഈ ഓയിൽ വ്യാപാരത്തിലും ആയുധ കച്ചവടത്തിലും ട്രേഡിലുമെല്ലാം തന്നെ ഇന്ത്യൻ രൂപയ്ക്ക് വലിയ തോതിൽ പ്രാധാന്യം നൽകാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. രൂപയിലുള്ള ഇടപാട് മാത്രമാണ് നമ്മൾ നടത്തുന്നതെന്ന് പറയുന്നു. അതാണ് ട്രംപിനെ അല്ലെ അമേരിക്കയെ വല്ലാതെ അലോസരപ്പെടുത്തുന്നതും. US പലിശ നിരക്ക് കൂട്ടുകയും കൂടുതൽ
ഈ പറയുന്ന സെൻസെക്സിൽ അല്ലെങ്കിൽ ഈ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചവരെ ആകർഷിക്കുകയും ഒക്കെ ചെയ്യുന്നു. ശരിയാണ്. പക്ഷേ ഇന്ത്യ ഇവിടെ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കി നിർത്താനായിട്ട് മോദി പല പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ഈ ആത്മനിർഭർ ഭാരത് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. 35,000 കോടി രൂപയുടെ ആയുധ ഇടപാട് 80 രാജ്യങ്ങളുമായിട്ട് നമ്മൾ നടത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, ഇന്ത്യയിലെ ഭരണകൂടമൊക്കെ തന്നെ ശക്തമാണെന്ന് ബോധ്യപ്പെട്ടാൽ കൂടുതൽ കമ്പനികൾ ഇവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരും. ഈ ആപ്പിൾ, ടെസ്ല പോലെയുള്ള കമ്പനികൾ നിക്ഷേപം നടത്തുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല, ഇത്തരത്തിൽ വലിയ മുന്നേറ്റം ഇന്ത്യ നടത്തുന്ന അവരെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. ഇപ്പോൾ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി നമുക്കറിയാം, അഹമ്മദാബാദിനെയും മുംബൈയും കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആ പദ്ധതി ആരംഭിച്ചു. അതിനുശേഷം നോർത്തിൽ മാത്രമാണ് വികസനം എന്ന് പറഞ്ഞവർക്ക് വിമർശനവുമായിട്ട് അല്ലെങ്കിൽ മറുപടിയായിട്ട് ദക്ഷിണേന്ത്യയിലേക്ക് ഈ വികസനം കടക്കുന്നു. അതായത് ചെന്നൈയും ബംഗളൂരുവിനെയും മൈസൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ആരംഭിക്കുന്നു. അതായത് 435 കിലോമീറ്റർ ദൂരം 1.5 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള പുതിയ പദ്ധതി. അപ്പോൾ മാനുഫാക്ചറിങ് ഹബ്ബായ ചെന്നൈയും ടെക്നോളജിയുടെ ഹബ്ബായ ബംഗളൂരുവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതോടെ ഇവിടേക്ക് കൂടുതൽ നിക്ഷേപം വരും. എന്തിന്? സെമി കണ്ടക്ടർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മേഖലയിൽ പോലും ഇന്ത്യ വലിയ വളർച്ചയിലേക്ക് കടക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. അപ്പോൾ ട്രംപിൻ്റെ നികുതി അല്ലെങ്കിൽ ഈ പറയുന്ന തീരുവവർധനയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ചുവപ്പ് നാടയുടെ പ്രതിസന്ധിയെ പൂർണ്ണമായിട്ടും പരിഹരിക്കുന്നു. കൂടാതെ ഏകീകൃത നികുതി ഏർപ്പെടുത്തിയതോടുകൂടി ധാരാളം കമ്പനികൾ നമ്മുടെ രാജ്യത്തേക്ക് നിക്ഷേപിക്കാനായിട്ട് വരുന്നു. ഇനി ബഹിരാകാശത്തിൻ്റെ കാര്യം എടുത്ത് നോക്ക്. 1984 രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് പോകുന്നത് റഷ്യൻ പേടകത്തിലാണ്. എന്നാൽ 2026 ആകുമ്പോഴോ ഇന്ത്യൻ പേടകത്തിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പോകാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ വളർച്ച നേടി. അതായത് നമ്മളുടെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് ഏതാണ്ട് 4.1 ട്രില്യൺ അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി അത് 5 ട്രില്യണിലേക്ക് എത്താൻ 2027 വരെ കാത്തിരുന്നാൽ മതി. അങ്ങനെ സംഭവിച്ചാൽ ലോകത്തിലെ 3ാമത്തെ വൻ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറും. ഇത് ഡൊണാൾഡ് ട്രംപിനെതിരെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെ പോലും തിരിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇപ്പം നമുക്കെതിരെ വീണ്ടും തീരുവ കൂട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ അമേരിക്കയുമായിട്ടുള്ള വ്യാപാരത്തിൽ മാത്രമേ ഒന്ന് പിന്നോക്കം പോകുന്നുള്ളൂ. മറ്റ് രാജ്യങ്ങളുമായിട്ട് കൃത്യമായിട്ട് നമ്മൾ മുന്നോട്ട് വ്യാപാരം നടത്തി പോകുന്നു. ഇന്ത്യൻ സാമ്പത്തിക അടിത്തറ വർദ്ധിപ്പിക്കുന്നു. ഡോളറിൻ്റെ മൂല്യം കുറച്ചുകൊണ്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം കൂട്ടുന്നു. ഇതാണ് US ട്രഷറി നിക്ഷേപത്തിൽ കുറവ് വരുത്തിക്കൊണ്ട് ഇന്ത്യ നടത്തിയ ഒരു പണി എന്ന് പറയുന്നത്. 21% കുറവ് ഒറ്റ വർഷം കൊണ്ട് നടത്തി. അതോടെ 4.5 ലക്ഷം കോടി ഡോളറിൻ്റെ നഷ്ടം ഈ പറയുന്ന അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് അമേരിക്കൻ ഭരണകൂടത്തിൽപ്പെട്ട ആൾക്കാരെല്ലാം ട്രംപിനെതിരെ തിരിയുക. ട്രംപ് എന്താ പറയുന്നത്? നമ്മൾ വെനസ്വേല കീഴടക്കി, മഡൂറോയെ പുറത്താക്കി. അത് മഡൂറോയുടെ കയ്യിലിരിപ്പുണ്ടായിരിക്കാം. ക്യൂബയ്ക്കെതിരെ നീക്കം നടത്തുന്നു. എന്തിന്? ഇപ്പോൾ ജപ്പാൻ സമ്പദ് വ്യവസ്ഥ നമുക്ക് പൂർണ്ണമായിട്ടും കീഴടങ്ങി. ജപ്പാനെ സംരക്ഷിക്കുന്നത് പോലും അമേരിക്കയാണ്. അടുത്ത നൈജീരിയയിലേക്ക് ഞങ്ങൾ കടക്കും, ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കും. ഇതൊക്കെ ശരിയായിരിക്കാം. നമ്മൾ അതിനെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. പകരം നമ്മൾ നമ്മുടേതായ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താനായിട്ട് ട്രഷറിയിലുള്ള നിക്ഷേപം കുറച്ചുകൊണ്ട് ഡോളർ ഇതര നിക്ഷേപത്തിലേക്ക് കടക്കുന്നു. സ്വർണത്തിൽ കൂടുതൽ നിക്ഷേപം നടത്തുന്നു. ഇപ്പോൾ ബ്രിക്സ് രാജ്യങ്ങളും ഈ ഡോളറിൽ ഈ പറയുന്ന വിദേശ നാണ്യ കരുതൽ ശേഖരം കുറച്ചുകൊണ്ട് വന്നാൽ അമേരിക്കയ്ക്ക് അത് വലിയ തിരിച്ചടിയായി മാറും. അതുകൊണ്ടാണ് ബ്രിക്സിൻ്റെ വളർച്ചയെ അമേരിക്ക ഇപ്പോൾ വല്ലാതെ ഭയപ്പെടുന്നത്. ഇപ്പം ഡൊണാൾഡ് ട്രംപ് തന്നെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്താ? ബ്രിക്സ് അവരുടെ നാവിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അല്ലെ സംയുക്ത അഭ്യാസ പ്രകടനം സംഘടിപ്പിക്കുമ്പോൾ ഇന്ത്യയെ പുറത്താക്കുന്നു. സത്യത്തിൽ ഇന്ത്യയെ പുറത്താക്കിയതല്ല. ഇന്ത്യ ഈ ചൈന ഉൾപ്പെടുന്ന നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നില്ല. കാരണം ഇന്ത്യൻ രഹസ്യങ്ങൾ ചൈന അറിയണ്ട, ചൈനീസ് രഹസ്യങ്ങൾ നമുക്കും വേണ്ട എന്നുള്ള ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്രിക്സിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഇന്ത്യയെ ഒഴിവാക്കി അവർക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല. ഇതൊന്നും മനസ്സിലാക്കാതെ ട്രംപ് ഗീർവാണം അടിക്കുകയാണ്. ഇത് ഗീർവാണമാണെന്ന് ഇപ്പോൾ ലോക രാജ്യങ്ങളും തിരിച്ചറിയുന്നു. ട്രംപിൻ്റെ ആവശ്യം എന്താ? 2026 ജനുവരി 20 ആകുമ്പോൾ അദ്ദേഹം ഭരണം ഏറ്റെടുത്ത് 1 വർഷം തികയുന്നു. ആ സമയത്ത് വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തണം. ഞാൻ വെനസ്വേല കീഴടക്കി, ഇറാനിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ബംഗ്ലാദേശിനെ അട്ടിമറിച്ചു, ഇന്ത്യക്കെതിരെ 500% തീരുവ ചുമത്തി, നമ്മൾ ഇന്ത്യയെ നമ്മുടെ വരുതിയിലാക്കി. ഇതെല്ലാം ശരിയാകും. പക്ഷെ ഒരു കാര്യം ഒഴിച്ച് ഇന്ത്യയെ വരുതിയിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് സാമ്പത്തിക വളർച്ച നേടാനുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചു. ട്രംപ് പറയുന്നത് എന്താ?
അമേരിക്ക ഫസ്റ്റ് എന്ന ഇതേ പോളിസിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യ ഫസ്റ്റ്. അതിനു വേണ്ടിയിട്ട് പല സൗഹൃദങ്ങളും ഞാൻ ഇല്ലാതാക്കിയെന്ന് മോദി പറയുന്നു. അതായത് ട്രംപും മോദിയും തമ്മിൽ നല്ല ബന്ധമായിരുന്നെങ്കിലും അടുത്ത കാലത്ത് ആ ബന്ധം അത്ര സുഖകരമല്ലാത്ത രീതിയിൽ വഷളായി കഴിഞ്ഞു. ഇതിന്റെ കാരണം എന്താ? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വളർത്താൻ വേണ്ടിയിട്ട് ഡോളറിനുണ്ടായിരുന്ന ആധിപത്യത്തെ കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. ജപ്പാനെ പോലെയുള്ള രാജ്യങ്ങൾ വൻതോതിൽ നിക്ഷേപം നടത്താൻ, അമേരിക്കയിൽ നിക്ഷേപം നടത്താൻ അവർ നിർബന്ധിതരായി. അതുകൊണ്ടാണ് അവർ തകർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇറാനിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്തുകൊണ്ടാണ്? അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു പാവ സർക്കാരിനെ അവരോധിക്കാനാ. പക്ഷെ ഇതൊന്നും ഇന്ത്യ ചെയ്യുന്നില്ല, ഇന്ത്യ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ട്രംപ് സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുകയാണെന്നും ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ നടത്തുന്ന ശ്രമങ്ങളൊക്കെ തന്നെ പാഴ്വേലയാകുമെന്നുമുള്ള ഒരു വികാരം അമേരിക്കൻ ജനതയ്ക്കിടയിലുമുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഡോളറിന്റെ ആ മൂല്യം തിരിച്ചു പിടിക്കണമെങ്കിൽ ഇന്ത്യയെ വീണ്ടും ഡോളറിൽ നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കണം. അതിനാണ് താരിഫ് വർധനയൊക്കെ ആയിട്ട് രംഗത്ത് വന്നത്. അങ്ങനെ വന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി നേരിട്ട് ട്രംപിനെ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ നമ്മൾ വിളിച്ചില്ല. കാരണം നമുക്ക് സമാന്തരമായ മാർഗങ്ങളിലൂടെ കൂടുതൽ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. കൂടാതെ അമേരിക്കയില്ലാത്ത ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇന്ത്യ വന്നതോടുകൂടി ഇന്ത്യ നിയന്ത്രിക്കുന്ന അനുസരിച്ചായിരിക്കും ഇനി ഈ ബ്രിക്സ് രാജ്യങ്ങൾ ചലിക്കുക. അതായത് ബ്രസീലും റഷ്യയും ചൈനയും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്നു. അപ്പോൾ മൊത്തം ജനസംഖ്യയുടെ 49% അടങ്ങുന്ന രാജ്യങ്ങൾ ബ്രിക്സിന്റെ നിയന്ത്രണത്തിൽ. മൊത്തം ആഗോള ആഭ്യന്തര ഉൽപാദനത്തിന്റെ 29% ബ്രിക്സ് രാജ്യങ്ങൾ, ആഗോള വ്യാപാരത്തിന്റെ 23% നടപ്പാക്കുന്ന ബ്രിക്സ് രാജ്യങ്ങൾ. അപ്പൊ ഇതിന്റെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന ഇന്ത്യൻ രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ ചെയ്യാവുന്നതൊക്കെ ചെയ്യും. അതിൻ്റെ ആത്യന്തികമായ റിസൾട്ട് അമേരിക്കൻ ഡോളറിന്റെ മൂല്യം കുറയുമെന്നുള്ളതാണ്. അത് ട്രംപിന് രാജ്യത്തുണ്ടായ ആ സ്വീകാര്യതയ്ക്ക് വലിയ കുറവ് വരുത്തുകയും ചെയ്യും. അപ്പോൾ മോദി കൊടുത്ത പണി ഒട്ടും ചെറുതല്ലെന്ന് ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ്.